പലിശാക്രമത്തിലെ അർദ്ധവാർഷിക രീതിയിലാണ് പലിശ കണക്കാക്കുന്നത്. അപ്പം നമ്മുടെ പലിശ നിരക്ക് ഇവിടെ 6%, അതിൻ്റെ പകുതി എടുക്കണം. അർദ്ധവാർഷികം എന്ന് പറയുന്നത് ഒരു വർഷം 2 തവണ വരും. അപ്പം ഇവിടെ 6 എന്ന് പറയുന്നത് 3%. 6 എത്ര? പലിശ നിരക്ക് എത്ര? 3. 6ന്റെ നേരെ പകുതി. ഇവിടെ പി എത്ര രൂപയാണ് നിക്ഷേപിച്ചത്? 5000. ഇവിടെ 2 വർഷത്തിന് രണ്ട് വർഷത്തിന് ശേഷം എത്ര തുക കിട്ടുമെന്ന് നോക്കാം. അപ്പൊ എ സമം 5000 ഗുണം 1 പ്ലസ് 3/100. പലിശ നിരക്ക് നേരെ പകുതി എടുക്കണം, അർദ്ധവാർഷികമായുണ്ട്. ഹോൾ സ്ക്വയർ സമം 5000 ഗുണം ഇവിടെ എന്നിന് പകരം 2 വർഷം. ഇത് ക്രോസ് മൾട്ടിപ്ലൈ 100 × 1 പ്ലസ് 3/100 ദ ഹോൾ സ്ക്വയർ. 5000 ഗുണം 100 × 1 103/100 ഇൻറ്റു 103/100 കട്ട് ചെയ്യുന്നു. അതായത് 3 × 103/10. അതായത് 5304.5 കിട്ടും. 5304.5 നിന്ന് ആദ്യം നിക്ഷേപിച്ചത് കുറയ്ക്കണം. പലിശ അടക്കമുള്ള തുകയാണിത്. 5ൽ നിന്ന് 5000 കുറച്ചാൽ മതി. അപ്പൊ എന്ത് കിട്ടും? 5304.5 പലിശ അടക്കം. അതിൽ നിന്ന് 5000 കുറച്ചാൽ 304.5 കിട്ടും. ഇവിടെ ഓപ്ഷൻ ബി ആണ് ഉത്തരം.